വളരെ പ്രകാശമായി തിളങ്ങുന്ന ചില നക്ഷത്രങ്ങൾ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നത് നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കെ-പോപ്പ് ലോകത്തിലെ അത്തരത്തിലുള്ളൊരു പ്രകാശമായിരുന്നു മൂൺബിൻ. 25-ാം വയസ്സിൽ തന്നെ സംഗീതവും സ്റ്റേജ് പ്രകടനങ്ങളും ജീവിതത്തിലെ ചില ബുദ്ധിമുട്ടുകളും നിറഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതം അപ്രതീക്ഷിതമായി അവസാനിച്ചു. ഒരു സാധാരണ കുട്ടിയിൽ നിന്നും പ്രശസ്തനായ താരമായി വളർന്ന യാത്രയും പിന്നീട് സംഭവിച്ച അതിശയകരമായ അവസാനവും. ഇതാണ് മൂൺബിന്റെ കഥ. ഇത്ര നല്ല രീതിയിൽ മുന്നോട്ടു പോയൊരു താരം എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് വിട പറഞ്ഞു? ഇത് നമ്മുടെ കമന്റ് ബോക്സിൽ ഏറെ ദിവസമായി വരുന്ന ഒരു റിക്വസ്റ്റ് ആണ്. കെ-പോപ്പ് ലോകത്തിലെ പ്രശസ്തനായ മൂൺബിനെ കുറിച്ച് സംസാരിക്കാൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 1998 ജനുവരി മാസം 26-ന് സൗത്ത് കൊറിയയിൽ ജനിച്ച മൂൺബിന്റെ ജീവിതം വളരെ വേഗത്തിൽ മുന്നോട്ടു പോയ ഒരു യാത്രയായിരുന്നു. ദക്ഷിണ കൊറിയയിലെ സംസ്കാരവും പാരമ്പര്യവും നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് അദ്ദേഹത്തിന്റെ ബാല്യം. ചെറുപ്പം മുതൽ തന്നെ കലകളോട് അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. 2004-ൽ വെറും 6 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം വിനോദ ലോകത്തിലേക്ക് കടന്നു. ആദ്യം ടിവിയിൽ ഒരു ചൈൽഡ് മോഡലായി അഭിനയിക്കാൻ തുടങ്ങി. അതായിരുന്നു അദ്ദേഹത്തിന് ആദ്യമായി കിട്ടിയ പ്രശസ്തി. ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും സ്വാഭാവികമായ ആകർഷണവും എല്ലാവരും ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വേഗത്തിൽ ദക്ഷിണ കൊറിയയിലെ വിനോദ ലോകത്തിൽ പരിചിതനായ ഒരു മുഖമായി മാറി. എന്നാൽ മോഡലിംഗ് മാത്രം അദ്ദേഹത്തിന് മതിയായില്ല. പാട്ട്, നൃത്തം, അഭിനയം ഒക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വപ്നം. 2009-ൽ അദ്ദേഹം ഫാന്റാജിയോ എന്ന പ്രശസ്ത പരിശീലന സ്ഥാപനത്തിൽ ചേർന്നു. ഇവിടെ പാട്ട്, ഡാൻസ്, അഭിനയം എന്നിവയിൽ അദ്ദേഹം കഠിനമായ പരിശീലനം നേടി. 7 വർഷം പരിശീലനം നേടിയ കാലത്ത് അദ്ദേഹത്തിന്റെ പരിശ്രമം എല്ലാവരും ശ്രദ്ധിച്ചു. സാധാരണ ട്രെയിനികളിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹം വളരെ ശ്രദ്ധേയനായി. ഈ കാലത്താണ് കെ-പോപ്പ് ലോകം എത്ര മത്സരമുള്ള മേഖലയാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. മൂൺബിൻ പഠനത്തിലും ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം ഹാൻലി മൾട്ടി ആർട്ട് സ്കൂൾ എന്ന കലാ സ്കൂളിൽ പഠിച്ചു. 2016-ൽ പഠനം പൂർത്തിയാക്കി. 2015-ൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടമുണ്ടായി. ഫാന്റാജിയോ കമ്പനി അദ്ദേഹത്തെ അവരുടെ ട്രെയിനികളിൽ ഏറ്റവും മികച്ച ഒരാളായി പ്രഖ്യാപിച്ചു. അത് അദ്ദേഹത്തിന്റെ കഴിവിനും പരിശ്രമത്തിനും ലഭിച്ച ഒരു വലിയ അംഗീകാരമായിരുന്നു. 2016-ൽ അദ്ദേഹത്തിന് വലിയൊരു അവസരം ലഭിച്ചു. ആസ്ട്രോ എന്ന ബോയ് ബാൻഡിൽ അംഗമായി അരങ്ങേറ്റം കുറിച്ചു. അവരുടെ ആദ്യ ഗാനമായ ഹൈഡ് ആൻഡ് സീക്ക് പുറത്തിറങ്ങിയപ്പോൾ തന്നെ അതൊരു വലിയ വിജയമായി. ഈ ഗാനത്തോടെ തന്നെ ആ ബാൻഡും മൂൺബിനും വലിയ പ്രശസ്തി നേടി. അവരുടെ സംഗീതവും സ്റ്റേജിലെ പ്രകടനവും ലോകമെമ്പാടുമുള്ള ആരാധകരെ ആകർഷിച്ചു. ആസ്ട്രോയിൽ മൂൺബിൻ ഒരു നായകൻ മാത്രമായിരുന്നില്ല. അദ്ദേഹം മികച്ച ഒരു നർത്തകനും സ്റ്റേജിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു താരവുമായിരുന്നു. ആ നൃത്തവും ആത്മവിശ്വാസമുള്ള സ്റ്റേജ് പ്രകടനവും ആസ്ട്രോയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നായി മാറി. ആസ്ട്രോ എന്ന ഗ്രൂപ്പിന്റെ ജനപ്രീതി വളരെ വേഗത്തിൽ ഉയർന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ കെ-പോപ്പ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഗ്രൂപ്പുകളിൽ ഒന്നായി മാറി. ആ ഗ്രൂപ്പിന്റെ പ്രശസ്തി ഉയർന്നതിനൊപ്പം മൂൺബിന്റെ പേരും ലോകമെമ്പാടും അറിയപ്പെട്ടു. അദ്ദേഹം നിരവധി ആരാധകരുടെ പ്രിയപ്പെട്ട താരമായി മാറി. കെ-പോപ്പ് ആരാധകർക്ക് അദ്ദേഹം ഒരു ഐഡലായി തോന്നി. ഒരു കുട്ടി മോഡലായി തുടങ്ങിയ ജീവിതം പിന്നീട് വലിയ കെ-പോപ്പ് താരമായി മാറിയത് പലർക്കും പ്രചോദനമായ ഒരു കഥയായിരുന്നു. പുറമേ നോക്കുമ്പോൾ എല്ലാം ഗ്ലാമറും പ്രകാശവും പോലെ തോന്നിയാലും മൂൺബിന്റെ ഈ ഒരു യാത്ര അതത്ര എളുപ്പമായിരുന്നില്ല. വളരെയധികം പരിശ്രമവും കഴിവും കലകളോടുള്ള വലിയ പ്രണയവും കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സ്ഥാനത്തെത്തിയത്. വിനോദ ലോകത്തിലെ ബുദ്ധിമുട്ടുകൾ പോലും അദ്ദേഹം ശാന്തവും ക്ഷമയോടും നേരിട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയൊരു കരിയർ ഉണ്ടാകുമെന്ന് പലരും വിശ്വസിച്ചിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ആരും കരുതിയിരുന്നില്ല അദ്ദേഹത്തിന്റെ ജീവിതം ലോകത്തെ മുഴുവനും ഞെട്ടിക്കുന്ന രീതിയിൽ അവസാനിക്കുമെന്ന്. ആ കാലത്ത് പല ബോയ് ബാൻഡുകളും ശക്തമായ അല്ലെങ്കിൽ കഠിനമായ സ്റ്റൈൽ സ്വീകരിച്ചിരുന്നെങ്കിലും ആസ്ട്രോ ഒരു വ്യത്യസ്ത വഴിയാണ് തിരഞ്ഞെടുത്തത്. അവർ കൂടുതൽ ലളിതവും സൗഹൃദപരവുമായ ഒരു ഇമേജ് അവതരിപ്പിച്ചു. ഈ ശൈലി ആരാധകർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ആസ്ട്രോയുടെ ആരാധകരെ അരോഹ എന്ന് വിളിച്ചിരുന്നു. അരങ്ങേറ്റത്തിന് ശേഷം ആസ്ട്രോ തുടർച്ചയായി നിരവധി ആൽബങ്ങളും ഗാനങ്ങളും പുറത്തിറക്കി. ഓരോ ആൽബം പുറത്തിറങ്ങുമ്പോഴും മൂൺബിൻ ഒരു കലാകാരനായി കൂടുതൽ വളരുകയായിരുന്നു. സമ്മർ വൈബ്സ്, ഓട്ടം സ്റ്റോറി, വിന്റർ ഡ്രീം പോലുള്ള ആൽബങ്ങൾ ഗ്രൂപ്പിന്റെ കഴിവും വൈവിധ്യവും കാണിച്ചു. ഈ ആൽബങ്ങൾ വഴി അവരുടെ സംഗീതത്തിൽ പുതിയ ആശയങ്ങളും ശബ്ദങ്ങളും പരീക്ഷിച്ചു. ഇതോടെ കെ-പോപ്പ് ലോകത്ത് ആസ്ട്രോയുടെ സ്ഥാനം കൂടുതൽ ശക്തമായി. ആ ഗ്രൂപ്പിന്റെ പരിശ്രമം ശ്രദ്ധിക്കപ്പെടാതെ പോയില്ല. ആസ്ട്രോ പല പുരസ്കാരങ്ങളും നേടി. അവർ മെലൻ മ്യൂസിക് അവാർഡ് കൂടാതെ ഗോൾഡൻ ഡിസ്ക് അവാർഡ് പോലുള്ള അവാർഡ് ചടങ്ങുകളിൽ ബെസ്റ്റ് ന്യൂ ആർട്ടിസ്റ്റ് പുരസ്കാരം നേടി. ഇത് അവരുടെ ജനപ്രീതിയുടെയും കഴിവിന്റെയും തെളിവായിരുന്നു. അല്പകാലത്തിനുള്ളിൽ തന്നെ
ആസ്ട്രോയുടെ പ്രശസ്തി ദക്ഷിണ കൊറിയയ്ക്ക് പുറത്തേക്കും പടർന്നു. ഏഷ്യ, ഉത്തര അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നടത്തിയ അവരുടെ കച്ചേരികളും ഫാൻ മീറ്റപ്പും വലിയ വിജയമായി. മൂൺബിൻ പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള ആരാധകരുടെ പ്രിയപ്പെട്ട താരമായി മാറി. അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളും ആരാധകരോടുള്ള സൗഹൃദപരമായ ഇടപെടലുകളും ആളുകൾക്ക് വളരെ ഇഷ്ടമായി. ഗ്രൂപ്പിന്റെ വേൾഡ് ടൂറുകൾ മൂൺബിന് ലോകമെമ്പാടുമുള്ള തന്റെ ആരാധകരെ നേരിട്ട് കാണാനുള്ള ഒരു അവസരമായി മാറി. ആസ്ട്രോയിൽ അംഗമായിരിക്കുമ്പോൾ തന്നെ മൂൺബിൻ ഒറ്റയ്ക്ക് ചില പ്രോഗ്രാമുകളിലും പ്രവർത്തിച്ചിരുന്നു. ഇടയ്ക്ക് അഭിനയത്തിലും ശ്രമിച്ചു. അദ്ദേഹം ചില വെബ് ഡ്രാമകളിലും TV സീരീസിലും അഭിനയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ അഭിനയ ശൈലി ആളുകൾക്ക് വളരെ ഇഷ്ടമായി. അഭിനയത്തിലൂടെ തന്റെ കഴിവുകൾ പുതിയ രീതിയിൽ അദ്ദേഹം കാണിച്ചു. ഇതോടെ അദ്ദേഹത്തിന്റെ കരിയർ കൂടുതൽ ശക്തമായി. എന്നാൽ പ്രശസ്തി കൂടുന്നതിനൊപ്പം ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ആസ്ട്രോ ഗ്രൂപ്പിനും മൂൺബിനും സംഗീത ലോകത്തിലെ ഉയർച്ചകളും താഴ്ചകളും നേരിടേണ്ടി വന്നു. അവർ അവരുടെ സംഗീതവും സ്റ്റൈലും സമയം തോറും മാറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. മൂൺബിനും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ധൈര്യത്തോടെ അതെല്ലാം നേരിട്ടു. അതുകൊണ്ട് തന്നെ ആരാധകർ അദ്ദേഹത്തെ കൂടുതൽ സ്നേഹിച്ചു. ആസ്ട്രോടൊപ്പം മൂൺബിൻ നേടിയ വിജയങ്ങൾ ഹിറ്റ് ഗാനങ്ങളോ വലിയ ടൂറുകളോ മാത്രമല്ലായിരുന്നു. K-pop ലോകത്ത് പുതിയ രീതികൾ കൊണ്ടുവരാനും അവർ സഹായിച്ചു. അവരുടെ സംഗീതവും ഇമേജും വളരെ പുതുമയുള്ളതായിരുന്നു. ഒരു K-pop ഐഡൽ എങ്ങനെ ആകണമെന്ന് മൂൺബിൻ പുതിയ രീതിയിൽ കാണിച്ചു കൊടുത്തു. അഭിനയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രവേശനം 2015 ടു ബി കണ്ടിന്യൂഡ് എന്ന ഒരു വെബ് ഡ്രാമയിൽ അദ്ദേഹം അഭിനയിച്ചു. ഇത് ആസ്ട്രോയിൽ കയറുന്നതിന് മുൻപായിരുന്നു. ഈ അവസരം പിന്നീട് അദ്ദേഹത്തിന് കൂടുതൽ അഭിനയ അവസരങ്ങൾ നൽകാൻ സഹായിച്ചു. 2020 അദ്ദേഹം മെർമെയ്ഡ് പ്രിൻസ് എന്ന ഡ്രാമയിൽ അഭിനയിച്ചു. അതിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മൂൺബിൻ ചില റിയാലിറ്റി ഷോകളിലും പങ്കെടുത്തിരുന്നു. ഉദാഹരണത്തിന് ആസ്ട്രോ ഓക്കെ റെഡി, കൂടാതെ ആസ്ട്രോ പ്രോജക്ട് പോലുള്ള പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. ഈ ഷോസിലൂടെ എല്ലാം ആരാധകർക്ക് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവവും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അറിയാൻ സാധിച്ചു. മൂൺബിൻ ഒരു ഹോസ്റ്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2019 മുതൽ 20 വരെ അദ്ദേഹം ഷോ മ്യൂസിക് ഓർ എന്ന പരിപാടി ഹോസ്റ്റ് ചെയ്തു. അവിടെ അദ്ദേഹത്തിന്റെ രസകരമായ സംസാര ശൈലിയും സൗഹൃദമായ പെരുമാറ്റവും എല്ലാവർക്കും ഇഷ്ടമായി. ഇങ്ങനെ സ്വന്തം കഴിവുകളുടെ പരിധി കടക്കാൻ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു. ഈ പ്രോജക്റ്റുകളൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ജോലി മാത്രമായിരുന്നില്ല. അത് അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതയാത്രയുടെ ഭാഗമായിരുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും സ്വയം കൂടുതൽ മനസ്സിലാക്കുന്നതുമായ ഒരു യാത്ര. സ്റ്റേജിലെ പ്രകാശത്തിനും വിജയത്തിനും പിന്നിൽ മൂൺബിന്റെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലായ്പ്പോഴും ചിരിച്ചും ആത്മവിശ്വാസത്തോടെയും പ്രകടനം കാഴ്ചവെച്ചെങ്കിലും അതിന് പിന്നിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളും ആരോഗ്യ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. 2019 ആദ്യമായി അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് പൊതുവായി അറിയുന്നത്. തുടർന്ന് ആസ്ട്രോയുടെ മാനേജ്മെന്റ് കമ്പനിയായ ഫാന്റാജിയോ അറിയിച്ചു, മൂൺബിൻ കുറച്ച് ദിവസത്തേക്ക് തന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അദ്ദേഹം തന്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ ഒരു ഇടവേള എടുക്കുകയാണ് എന്ന്. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് വിശദമായി മറ്റൊന്നും പറഞ്ഞില്ല. എന്നാൽ ഈ വാർത്ത ആരാധകരെയും K-pop ലോകത്തെയും വളരെ ആശങ്കപ്പെടുത്തി. മൂൺബിന്റെ ഈ ഇടവേള ആസ്ട്രോ ഗ്രൂപ്പിന് വലിയൊരു മാറ്റമായിരുന്നു. കാരണം അദ്ദേഹം ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട അംഗങ്ങളിൽ ഒന്നായിരുന്നു. അദ്ദേഹമില്ലാതെ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു വലിയ മാറ്റം അനുഭവപ്പെട്ടു. ഇത് മൂൺബിനും ഗ്രൂപ്പിനും ഒരു പരീക്ഷണകാലം തന്നെയായിരുന്നു. അദ്ദേഹം എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടു എന്നുള്ളതൊന്നും പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും അദ്ദേഹം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലത്തിലൂടെ കടന്നു പോവുകയായിരുന്നു എന്നത് വ്യക്തമായിരുന്നു. K-pop ലോകം വളരെ സമ്മർദ്ദമുള്ള മേഖലയാണ്. എല്ലായ്പ്പോഴും മികച്ചതായി കാണപ്പെടണം എന്ന സമ്മർദ്ദം എല്ലാ താരങ്ങൾക്കുമുണ്ട്. മൂൺബിനും ഈ സമ്മർദ്ദങ്ങളിൽ നിന്ന് ഒഴിവല്ലായിരുന്നു. ഈ സാഹചര്യത്തിൽ ആരാധകർ അദ്ദേഹത്തിന് വലിയ പിന്തുണ നൽകി. സഹതാരങ്ങളും അദ്ദേഹത്തിന് ശക്തമായ പിന്തുണ നൽകി. ഗ്രൂപ്പിനുള്ളിലെ സൗഹൃദവും ബന്ധവും ഈ സമയത്ത് വളരെ ശക്തമായിരുന്നു. ഈ പിന്തുണയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിലേക്ക് തിരിച്ചുവരാൻ വലിയ സഹായമായത്. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം വീണ്ടും മൂൺബിൻ പൊതുവേദിയിൽ മടങ്ങിയെത്തി. അതൊരു സാധാരണ തിരിച്ചുവരവ് മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ശക്തിയുടെയും ധൈര്യത്തിന്റെയും തെളിവായിരുന്നു. ആരാധകർ ഏറെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ അതിജീവിച്ച ശക്തി പിന്നീട് അദ്ദേഹത്തിന്റെ പെർഫോമൻസിലെല്ലാം കാണാമായിരുന്നു. എന്നാൽ ഇതിലൂടെ പ്രശസ്തരായ താരങ്ങൾക്കും വലിയ സമ്മർദ്ദമുണ്ടെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി. എന്നാൽ പെട്ടെന്നായിരുന്നു എല്ലാം മാറി മറിഞ്ഞത്. 2023 ഏപ്രിൽ 19 K-pop ലോകത്തെ ഞെട്ടിച്ച വാർത്ത പുറത്തു വന്നു. അന്ന് രാത്രി ഗാങ്നം പ്രദേശത്തെ തന്റെ അപ്പാർട്ട്മെന്റിൽ മൂൺബിനെ അദ്ദേഹത്തിന്റെ മാനേജർ ചലനമില്ലാത്ത അവസ്ഥയിൽ കണ്ടെത്തി. ഉടൻ തന്നെ അടിയന്തര സഹായം നൽകി. പക്ഷേ മുൻപേ അദ്ദേഹം മരണപ്പെട്ടിരുന്നു. ഈ വാർത്ത ലോകമെമ്പാടും വലിയ ഞെട്ടലുണ്ടാക്കി. ആരാധകർക്കും കുടുംബത്തിനും സഹപ്രവർത്തകർക്കും വിശ്വസിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം അപ്രതീക്ഷിതമായതിനാൽ പല അഭ്യൂഹങ്ങളും പ്രചരിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചിലർ ആരോഗ്യ പ്രശ്നങ്ങളാകാമെന്ന് കരുതി. ചിലർ പ്രശസ്തരായവരുടെ ജീവിതത്തിലെ
വലിയ സമ്മർദ്ദം കാരണമായിരിക്കാമെന്നും പറഞ്ഞു. എന്നാൽ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ കമ്പനിയായ ഫെന്റാജിയോ ദുഃഖം പ്രകടിപ്പിച്ച് ഒരു പ്രസ്താവന പുറത്തിറക്കി. അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ അവരെല്ലാവരോടും അഭ്യർത്ഥിച്ചു. മൂൺബിൻ തന്റെ കരിയറിലെ ഏറ്റവും നല്ല സമയത്തായിരുന്നു. പക്ഷെ വെറും 25-ാം വയസ്സിൽ തന്നെ അദ്ദേഹത്തിന്റെ മരണം ലോകമെമ്പാടുമുള്ള ആരാധകരെ വലിയ ദുഃഖത്തിലാഴ്ത്തി. മരണത്തിന് മുൻപുള്ള ചില ആഴ്ചകൾക്ക് മുൻപ് മൂൺബിൻ ആസ്ട്രോ ഗ്രൂപ്പിനൊപ്പം ബാങ്കോക്കിലെ ഒരു പരിപാടിയിൽ പ്രകടനം നടത്തി. അവിടെ അദ്ദേഹം അത്ര ആരോഗ്യവാനല്ലായിരുന്നുവെന്ന് പിന്നീട് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നു. എങ്കിലും അസ്വസ്ഥത കാണിക്കാതെ അദ്ദേഹം പരിപാടി തുടർന്നു. പിന്നീട് പല ആരാധകരും ചിന്തിച്ചു അതൊരു പക്ഷെ ഒരു മുന്നറിയിപ്പായിരുന്നു എന്ന്. ബാങ്കോക്കിലെ പരിപാടിക്ക് ശേഷം അദ്ദേഹം വീണ്ടും സൗത്ത് കൊറിയയിലേക്ക് മടങ്ങി. അവിടെ അദ്ദേഹത്തിന് വീണ്ടും ചില പരിപാടികൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊപ്പം വിശ്രമിക്കാൻ സമയം വളരെ കുറവായിരുന്നു. പ്രശസ്തരായ താരങ്ങൾ എല്ലായ്പ്പോഴും പൊതുജനങ്ങളുടെ ശ്രദ്ധയിലായിരിക്കണം. അതോടൊപ്പം തന്നെ വരുന്ന സമ്മർദ്ദം വളരെ കൂടുതലാണ്. കുടുംബത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ സംസ്കാരം വളരെ സ്വകാര്യമായി നടന്നു. കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. മൂൺബിന്റെ ആരാധകരെ അരോഹ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം ലോകമെമ്പാടുമുള്ള ആരാധകർ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ഓർത്ത് സന്ദേശങ്ങൾ പങ്കുവച്ചു. ആസ്ട്രോ ഗ്രൂപ്പിലെ മറ്റ് അംഗങ്ങൾക്കും ഇത് വലിയൊരു നഷ്ടമായിരുന്നു. അവരൊരു സഹപ്രവർത്തകനെ മാത്രമല്ല, ഒരടുത്ത സുഹൃത്തിനെ കൂടിയാണ് നഷ്ടപ്പെടുത്തിയത്. മൂൺബിന്റെ മരണത്തിന് ശേഷം പോലും അദ്ദേഹത്തിന്റെ സംഗീതവും പ്രകടനങ്ങളും ആളുകളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു. അദ്ദേഹം K-pop ലോകത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ കലാകാരനായിരുന്നു. ആസ്ട്രോടൊപ്പം ചെയ്ത പ്രവർത്തനങ്ങളിലൂടെയും സ്വന്തം പ്രോജക്റ്റുകളിലൂടെയും അദ്ദേഹം K-pop ഐഡലിന്റെ രൂപം പുതിയ രീതിയിൽ കാണിച്ചു. മൂൺബിൻ ഒരു ഗായകനും നർത്തകനും മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു നടനും മോഡലുമായിരുന്നു. അതിനേക്കാൾ പ്രധാനമായി വളരെ സത്യസന്ധനും സൗഹൃദപരമായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവം വളരെ എളുപ്പത്തിൽ ആളുകളുമായി ബന്ധപ്പെടാൻ കഴിയുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ആരാധകർക്കും താരങ്ങൾക്കും ഇടയിലുള്ള അകലം കുറയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. പ്രശസ്തിയുടെ പ്രകാശത്തിന് പിന്നിൽ മനുഷ്യരുടെ യഥാർത്ഥ ജീവിതവും പ്രശ്നങ്ങളും ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിച്ചു. K-pop താരങ്ങളുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. ഒരു കുട്ടി മോഡലായി തുടങ്ങി പിന്നീട് വലിയ K-pop താരമായി മാറിയ അദ്ദേഹത്തിന്റെ ജീവിതം നിരവധി യുവ കലാകാരന്മാർക്ക് പ്രചോദനമായി. കഠിന പരിശ്രമവും കഴിവുമുണ്ടെങ്കിൽ വിജയിക്കാമെന്ന ഒരു സന്ദേശമാണ് അദ്ദേഹത്തിന്റെ ജീവിതം പലർക്കും നൽകിയത്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആരാധകർ വളരെ ദുഃഖിതരായി. എന്നാൽ അവർ അദ്ദേഹത്തിന്റെ ജീവിതവും ഓർമ്മകളും ആഘോഷിക്കാൻ തുടങ്ങി. മൂൺബിൻ ഇന്നും കോടിക്കണക്കിന് ആരാധകരുടെ മനസ്സിൽ ജീവിക്കുകയാണ്. ഇതാണ് K-pop ലോകത്തിൽ നിന്നും പെട്ടെന്ന് മറഞ്ഞുപോയ മൂൺബിന്റെ ജീവിത കഥ. ഇതുപോലെ നിങ്ങൾക്ക് പ്രശസ്തരായ മറ്റേതെങ്കിലും താരങ്ങളുടെ ജീവിത കഥ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റിൽ പറയാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റിൽ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.